ബി.ജെ.പി. വലിയ മുന്നേറ്റങ്ങൾ ലക്ഷ്യമിടുന്ന കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ. സർ, വെൽക്കം. നമസ്കാരം. അങ്ങ് രാജ്യസഭാംഗമായിരുന്നു, അതിനുശേഷം കേന്ദ്രമന്ത്രിയായി, പിന്നെ ഒരുപാട് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചുമതലകളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പം ഒരു ബൂത്ത് തലത്തിലുള്ള ഒരു പ്രവർത്തകൻ വന്ന് പരാതി പറഞ്ഞാൽ അത് പരിഹരിക്കാനുള്ളൊരു ഉത്തരവാദിത്വമുള്ള ഒരാളാണ്. മാനസികമായിട്ട് അങ്ങ് തയ്യാറായോ? അല്ല, ഞാൻ തയ്യാറായിരുന്നു അതോ അതിലൊരു ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഞാൻ എത്രയോ കൊല്ലം കർണാടക BJPൻ്റെ ഒരു പ്രവർത്തകരായിരുന്നു. അപ്പോൾ ബൂത്ത് ലെവലും ആ ബൂത്ത് ലെവൽ പ്രവർത്തകരുടെ കൂടെ സംസാരിക്കാനും അവരുടെ കൂടെ പണിയെടുക്കാനും എനിക്ക് എത്ര കൊല്ലം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതൊന്നും പിന്നെ പുതുച്ചേരി, കർണാടക, ഉത്തർപ്രദേശ്, ഡൽഹി ഇലക്ഷൻസിലെല്ലാം പ്രവർത്തകരുടെ കൂടെ നിന്നിട്ടുമാണ് പണി ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ അതൊരു ഒരു ഒരു മിസ്നോമറാണ്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലയെന്ന്. അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് ആരും കാണരുത്. അതൊരു ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്. കഴിഞ്ഞ ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു പാറ്റേൺ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും. കേരളത്തിലെ രണ്ട് പ്രബല വിഭാഗങ്ങൾ NSSും SNDPയും കൂടുതലായിട്ട് BJPയിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ വോട്ടുകൾ. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ കൂടുതലായി BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരെ അഡ്രസ്സ് ചെയ്യണം. ഇനിയുള്ള കൂടുതൽ ഈ വിഭാഗങ്ങളെ തന്നെ പാർട്ടിയിലേക്ക് കൂടുതലായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും അത് പാർട്ടി ഇനി കൈകാര്യം ചെയ്യുക? അല്ല, ഞങ്ങൾ പൊളിറ്റിക്കൽ ഒരു ഐഡിയോളജി ആണോ സ്ട്രാറ്റജി ആണോ അങ്ങനെയല്ല ഞങ്ങൾ നോക്കുന്നത്. അത് ഒരു സൊസൈറ്റീനെ ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഈ വോട്ട് ബാങ്കിന് ഇത് ചെയ്യണം, മറ്റേ വോട്ട് ബാങ്കിന് അത് ചെയ്യണം, അതല്ല ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, രാഷ്ട്രീയ ഐഡിയോളജി. 2014 മുതൽ ഇന്ന് വരെ നമ്മുടെ നരേന്ദ്രമോദിജി പറയുന്നതും ചെയ്യുന്നതും BJP പറഞ്ഞത് ചെയ്യുന്നതും സബ്കാ സാത്ത് സബ്കാ വികാസാണ്. അപ്പോൾ പലയിടത്തും ആ മെസ്സേജ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട് കേരളയിൽ ഒരു പ്രത്യേക ഒരു 20 കൊല്ലമായിട്ട് ഒരു പ്രൊപ്പഗാൻഡ ഈ ലെഫ്റ്റും കോൺഗ്രസും നടത്തിയുകൊണ്ട് ചില കമ്മ്യൂണിറ്റീസ്, നമ്മുടെ കേരളയിലൊക്കെ ചില കമ്മ്യൂണിറ്റീസ് അവരുടെ മനസ്സിൽ ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളെ പറ്റിയുണ്ട്. അത് ഞങ്ങൾ ചെയ്ത പണീൻ്റെ കാരണമോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് അതുകൊണ്ടല്ല. ഒരു പ്രൊപ്പഗാൻഡ 10-20 കൊല്ലം ആയിട്ട് നടക്കുന്നുണ്ട്. അതിനെ ക്ലാരിഫൈ ചെയ്യാൻ ആണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രയാസവും എൻ്റെ ഒരു വലിയ എഫേർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് സംസ്ഥാന സമ്മേളനത്തിനും സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിങ്ങിനും പറഞ്ഞത്, പ്രവർത്തകരോട് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ ഒരു ദൗത്യം എന്ന് പറഞ്ഞത് BJP NDAൻ്റെ കേരളേൻ്റെ ട്രജക്ടറിയിലും കേരള ജനങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാനാണ്. അതിനുവേണ്ടി മാറ്റം കൊണ്ടുവരാനാണ് നമ്മുടെ ഒരു ദൗത്യമാണെങ്കിൽ അധികാരത്തിൽ വന്ന് ഗവൺമെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ ചെയ്താൽ മാത്രമേ ഈ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികാരം എന്ന് പറയുന്നതും സർക്കാർ എന്ന് പറയുന്നതും. അതേ സമയത്ത് ഞാൻ വേറൊരു സാധനം പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം, അത് ആഗ്രഹിക്കുന്ന മാറ്റം എല്ലാ സമുദായവും എല്ലാ മതവും കുട്ടികൾക്കും കുടുംബത്തിലും കൊടുക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ ഇന്നും ഈ മറ്റേ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മാതിരി കേരളീൻ്റെ യൂത്തിനെ, സ്ത്രീകളെ, കർഷകരെ ഈ കമ്മ്യൂണിറ്റി ആണ്, മറ്റേ കമ്മ്യൂണിറ്റി അല്ല, ആ കമ്മ്യൂണിറ്റി നമുക്ക് വോട്ട് തരും, ഞങ്ങൾ പറയുന്നതും ഞങ്ങളുടെ മിഷനും ഞങ്ങളുടെ പ്രോഗ്രാംസ് ഞങ്ങളുടെ സ്കീംസ് എല്ലാവർക്കും ഒരേ സമാനം ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന പോളിസീസാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. യെസ്, അത് ശരിയാണ്. ട്രഡീഷണലി ഞങ്ങൾക്ക് മൈനോറിറ്റി വോട്ട്സ് അങ്ങനെ കിട്ടിയിട്ടില്ല. അത് കിട്ടാത്ത റീസൺ ഞാൻ പറഞ്ഞു. അതിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും. ആ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ഞാൻ നടത്തും, ഞങ്ങളുടെ പാർട്ടി നടത്തും. ഈ കഴിഞ്ഞ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ ഈ വിഷയം ചോദിച്ചത് അതുകൊണ്ടാണ്. അവർ പറഞ്ഞു, കാരണം ട്രഡീഷണലി അവരുടെ വോട്ട് ബാങ്കാണ് SNDP അല്ലെങ്കിൽ ഈഴവ വിഭാഗം എന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ BJPയിലേക്ക് സ്വിച്ച് ചെയ്തു. അതിനെ എങ്ങനെ പൊളിറ്റിക്കലി അഡ്രസ്സ് ചെയ്യണമെന്ന് അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അപ്പം അല്ല, ഞാൻ ഭയങ്കര റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റ് ചെയ്യുന്നത് ഇവരുടെ ഈ ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, ഈ ലെഫ്റ്റും കോൺഗ്രസിൻ്റെ നെറേറ്റീവ് ഒരു 10-20 കൊല്ലം 50 കൊല്ലം പഴക്കമുള്ള ഒരു നെറേറ്റീവാണ്, ഒരു ട്രഡീഷണൽ രാഷ്ട്രീയമാണ്. അവരിങ്ങനെ സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റീൻ്റെ മറ്റേ കമ്മ്യൂണിറ്റീനെ അറ്റാക്ക് ചെയ്യാൻ ഒരു എൻകറേജും ചെയ്ത്
പാവങ്ങളും ഞങ്ങൾ പാവങ്ങളുടെ പാർട്ടിയാണ്, ഇവർ ക്യാപിറ്റലിസ്റ്റാണ്, അതെല്ലാം പറഞ്ഞു നടന്ന CPM ഇതുവരെ ഈ കൊല്ലം വരെ BJP ഫാസിസ്റ്റ് പാർട്ടിയാണ്. ഫാസിസം എന്ന് പറഞ്ഞാൽ മാർക്സിസമിൻ്റെ ഒരു ഏറ്റവും അടുപ്പുള്ളൊരു ഐഡിയോളജിയാണ്. അത് ഇപ്രാവശ്യം അവർ ഡ്രോപ്പ് ചെയ്തു. അതുകൊണ്ട് ഈ ഡിവൈഡ് ആൻഡ് റൂൾ രാഷ്ട്രീയം ബ്രിട്ടീഷ് ഒരു 200 കൊല്ലം ചെയ്തു, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് ചെയ്തു, അതിൻ്റെ സെയിം ടൈം കേരളയിൽ CPM ചെയ്തു. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പോളിസീസും ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി എല്ലാവർക്കും പുരോഗതിയും വികസനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ആഗ്രഹവും ഒരു രാഷ്ട്രീയ ഐഡിയോളജി ആവുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ ഞാൻ ഒരു മുസ്ലിം യൂത്തും ക്രിസ്ത്യൻ യൂത്തും ഇഴവ യൂത്തും നായർ യൂത്തിൽ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. അവർക്ക് എല്ലാവർക്കും ഇന്ന് വേണ്ടത് എന്താ? ഒരു നല്ലൊരു ഭാവി, ഒരു വിദ്യാഭ്യാസമുള്ളൊരു തലമുറ കേരളയിൽ ഉണ്ടാവണം. IT, ടൂറിസം, മാനുഫാക്ചറിങ്ങിൽ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം വന്ന് ഇവിടെ തൊഴിലിൻ്റെ അവസരങ്ങൾ ഉണ്ടാക്കണം. അതിൽ എവിടെ മതം, അതിൽ എവിടെയാണ് സമുദായം? അതുകൊണ്ട് ഞങ്ങളുടെ പ്രോപ്പോസിഷൻ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ലെഫ്റ്റും കോൺഗ്രസിൻ്റെ ഒരു കൺവെൻഷണൽ പോളിറ്റിക്സ്. ഞങ്ങൾ ഒരു പോളിറ്റിക്സ് ഓഫ് ആസ്പിറേഷൻ, വികസിത ഭാരതം എന്ന് പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഒരു ലക്ഷ്യം വയ്ക്കുമ്പോൾ, ഒരു ദൗത്യത്തിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് വികസിത കേരളമാണ്. അതിൽ ഇഴവ കമ്മ്യൂണിറ്റീൻ്റെ പങ്കാളിയാവണം, നായർ കമ്മ്യൂണിറ്റി ആവണം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആവണം, മുസ്ലിം കമ്മ്യൂണിറ്റി ആവണം, സ്ത്രീകളുണ്ടാവണം, കർഷകരുണ്ടാവണം, മത്സ്യത്തൊഴിലാളികളുണ്ടാവണം. അതുകൊണ്ട് ആ വിഷൻ ഡെലിവർ ചെയ്യാൻ ഒരു കഴിവുള്ള ഒരു പാർട്ടിയാണ് BJP ഇന്ത്യയെ. ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ മധ്യ തിരുവിതാംകൂർ ബേസ് ചെയ്തിട്ട്, ആ റീജിയൻ ബേസ് ചെയ്തിട്ട് BJP, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണ് ഈ മധ്യ തിരുവിതാംകൂർ ബേസ് ചെയ്തിട്ട് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ആ ബേസ് ചെയ്തിട്ട് BJPയുടെ ബേസ് നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പൊളിറ്റിക്കലി അവർ കാണിക്കുന്നത്. ഞാൻ അഗൈൻ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യുന്നു. ഞങ്ങളുടെ ബേസ് ഇപ്പോൾ 20% വോട്ട് ഷെയറാണ് 2024 ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ. ആ ബേസ് എല്ലായിടത്തു നിന്നും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ സപ്പോർട്ടും അങ്ങനെ ഗ്രോ ചെയ്തിട്ടില്ല. അതും എന്തുകൊണ്ട്? അവരെ മനസ്സിൽ ഒരു ഹിന്ദുത്വ പാർട്ടിയാണ് BJP, വർഗീയവാദി പാർട്ടിയാണ് BJP. ആ വിഷം ഒരു 20 കൊല്ലമായിട്ട് ഇങ്ങനെ ഡ്രിൽ ചെയ്തിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഞാൻ ഇന്നും പറയുന്നു, ഞങ്ങളുടെ വഖഫ് ആക്ടിൻ്റെ ഓപ്പോസിഷൻ ആൻറ്റി മുസ്ലിം അല്ല. ഞങ്ങൾ വഖഫ് ആക്ടിനെ ഓപ്പോസ് ചെയ്യുന്നത് ബിക്കോസ് അത് ഒരു ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്ന് എല്ലാ ഇന്ത്യൻ സിറ്റിസൻസിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ഈ വഖഫ് ആക്ട് പണ്ട് കാലത്ത് പാസ് ചെയ്തൊരു വഖഫ് ആക്ട് ആണ്. അതൊരു ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ കുറച്ച് റിഫോം കൊണ്ടുവരണം, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് ഇവർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആൻറ്റി മുസ്ലിം ആണെന്ന്. ആ ഒരു പ്രോപ്പഗൻഡ അവർ നടത്തുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യണം, ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യും, ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ സ്റ്റേറ്റ് കൗൺസിലിൽ പറഞ്ഞു, ഞങ്ങളുടെ മെസ്സേജ്, നമ്മുടെ ദൗത്യം, ഈ നമ്മുടെ ഒരു വികസന സന്ദേശം വീട് കയറിയിട്ട് ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് എത്തിക്കും. അപ്പോൾ ഇവരുടെ നുണയും ഇവരുടെ മിസ്ഇൻഫർമേഷനും ഇവരുടെ പ്രോപ്പഗാൻഡിനെ ഡിഫീറ്റ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ: സത്യം പറയുക, സത്യം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ എപ്പോഴും ഞാൻ നാഷണൽ സ്പോക്സ്മാൻ ആകുമ്പോൾ പറയാറുണ്ട്, നോ ദ ട്രൂത്ത് ആൻഡ് ഡിഫീറ്റ് ദ ലൈസ്. അതുകൊണ്ട് സത്യം, ഞങ്ങളുടെ ഈ 11 കൊല്ലം നരേന്ദ്രമോദിജീൻ്റെ പെർഫോമൻസിൻ്റെ ഫാക്റ്റ് ബേസ്ഡ് മുമ്പോട്ട് വെച്ചിട്ടാണ് ഈ അസത്യം പറയുന്ന രാഷ്ട്രീയം, അതിനെ ഞങ്ങൾ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഒരു ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഫോം ചെയ്തു. പിണറായി വിജയൻ പങ്കെടുത്തിരുന്നു, കെ സുധാകരനും കോൺഗ്രസിനെ പങ്കെടുത്തു, അതേപോലെ തന്നെ UDFന്റെ ഘടകകക്ഷികൾ എല്ലാവരും പങ്കെടുത്തു. കർണാടകയിൽ നിന്ന് കോൺഗ്രസ്സുകാരും വന്നു. അപ്പം അതിൽ പറയുന്നത് കൃത്യമായിട്ട് ഒരു അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് ആണ് അവർ അതിനകത്ത് കൂടുതലായിട്ടും. ഇപ്പോൾ കേരളത്തിൽ അത് അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന്റെ രീതിയിലായിരിക്കും വരിക. അതിന് ഏത് രീതിയിലാണ് ഇനി BJP അത് വിശദീകരിക്കുന്നത്? അതിലും ഫാക്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാനിത് ആദ്യം തന്നെ പ്രഡിക്റ്റ് ചെയ്തതാണ്. ഈ MK സ്റ്റാലിൻ തമിഴ്നാട്ടിൽ 5 കൊല്ലം ചീഫ് മിനിസ്റ്ററായി. ഈ ഇലക്ഷൻ്റെ സമയത്ത് പോകുമ്പോൾ ഒരു ഇൻകംബൻറ്റ് ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത്?
ഞാൻ 5 കൊല്ലം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വ്യത്യാസം കൊണ്ടുവന്നു. ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ ഇലക്ഷൻ, നരേന്ദ്രമോദിജി ഇലക്ഷൻ 2014, 2019, 2024 പോകുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു നിങ്ങൾക്ക് വേണ്ടി. ഇതായിരുന്നു ഞങ്ങളുടെ മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ 90%, 95% ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നാണ് ശരിക്കും പറയേണ്ടത്. ഈ ആൾക്കും ഇദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് തമിഴ്നാട് ഗവൺമെൻറ് ചെയ്തത് അച്ഛൻ്റെ മോനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കാമെന്നാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഒന്നും പറയാനില്ലാത്ത സമയത്ത് ജനങ്ങളുടെ വേദനയും പ്രശ്നങ്ങളുടെയും പരിഹാരമൊന്നും ഉണ്ടാക്കിയില്ല എന്ന ഒരു റിയാലിറ്റി കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക. ആദ്യം ലാംഗ്വേജ് ബേസിസിൽ നമ്മുടെ കൾച്ചറിനെ ഇവർ ചേഞ്ച് ചെയ്യാൻ വരുന്നു എന്നും പറഞ്ഞിട്ട് അത് ഡിസ്ട്രാക്റ്റ് ചെയ്യുക. അത് ഫ്ലോപ്പ് ആവുമ്പോൾ ഡീലിമിറ്റേഷൻ വന്നാൽ ഞങ്ങളെ പൊളിറ്റിക്കൽ പവർ പോകുന്നു. ഡീലിമിറ്റേഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്കിൽ ഒരു ലേഡ് ഡൗൺ പ്രൊസീജിയറാണ്. പണ്ടും നടന്നിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ സമയത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എന്താണ് MK സ്റ്റാലിന് ഇന്ന് ഒരു 8 മാസം മുമ്പ്, ഇലക്ഷൻ്റെ 8 മാസം മുമ്പ് ഒരു വലിയൊരു എൻലൈറ്റൻമെൻറ്റ്? നോർത്ത് ഇന്ത്യയിൽ പ്രാതിനിധ്യം കൂടും, അതെന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഇത് 5 കൊല്ലം സർക്കാരിലിരിക്കുമ്പോൾ എന്താണ് ഡീലിമിറ്റേഷനെ പറ്റി ഒന്നും പറയാത്തത്? ഈ ഡീലിമിറ്റേഷൻ വരാൻ പോകുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. 2011 സെൻസസ് കഴിഞ്ഞിട്ട് 2021 സെൻസസ് നടന്നില്ല ബിക്കോസ് ഓഫ് കോഡ്. അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ 22 എന്തുകൊണ്ട് സ്റ്റാലിൻ പറഞ്ഞില്ല ഡീലിമിറ്റേഷൻ ചെയ്യാൻ പാടില്ല? ഇതെല്ലാം ഒരു റെഡ് ഹെറിങ്ങാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞൊരു ഫ്രേസ് ഉണ്ട്, ഇന്ത്യ അലയൻസിൽ അവരുടെ ഇക്കോണമി എന്ന് പറയുമ്പോൾ തകർത്തി കടം വാങ്ങിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ജനങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവരുണ്ടാക്കും. അതാണ് ഇവർ നടക്കുന്നത്. അതുകൊണ്ട് എന്നോട് ഡീലിമിറ്റേഷനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഒരു മെച്യൂർ പൊളിറ്റിക്കൽ പബ്ലിക് സർവൻ്റ് ആയിട്ട് ഞാൻ എന്താ പറയുക, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്കാണ്. അത് ഇഷ്ടമല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഒരു ഡിബേറ്റ് നടത്തണം. ഇവിടെ 8 മാസം മുമ്പേ വന്നിട്ട് ഒരു ഡ്രാമ ചെയ്ത് ചായയും റസ്കും ബിസ്ക്കറ്റും കഴിച്ച് ആൾക്കാർ വന്ന് ആരാ വരുന്നത്? DK ശിവകുമാർ, കർണാടകയിൽ നിന്ന് DK ശിവകുമാർ വരുന്ന ആൾ അവിടെ പറയുന്നു ഡെവലപ്മെൻറ്റ് കാശില്ല, കടം വാങ്ങിച്ചിട്ടാണ് സർക്കാർ നടത്തുന്നത്. ഇവിടുന്ന് ആരാ പോകുന്നത്? ചീഫ് മിനിസ്റ്റർ പോകുന്നു. ഇവിടെ കടം വാങ്ങിയില്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ പണിയെടുക്കുന്ന ജനങ്ങൾക്ക് പെൻഷൻ ഇല്ല, KSRTC കാശ് കൊടുക്കാനില്ല, ആശാ വർക്കേഴ്സിന് കാശ് കൊടുക്കാൻ ശമ്പളം കൊടുക്കാൻ കാശില്ല. എന്നിട്ടാണ് ഡീലിമിറ്റേഷൻ ഒരു ഇഷ്യൂ ആക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു പൊളിറ്റിക്കലി ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു സ്ട്രാറ്റജി. ഇവർക്ക് മനസ്സിലാക്കാത്തത് ജനങ്ങളിപ്പോൾ വിഡ്ഢിയൊന്നുമില്ല. യൂത്ത് എന്ന് പറഞ്ഞ ഒരു മേഖല, അവർ ഈ വരുന്ന തലമുറ, ഈ നെക്സ്റ്റ് ജനറേഷൻ, അവർക്ക് വേണ്ടത് സർക്കാരിന്ന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഭാവിയെ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, അതെല്ലാം വിട്ടിട്ട് ഓരോരോ നോൺ ഇഷ്യൂവിനെ ഇഷ്യൂ ആക്കാൻ നോക്കിയാൽ ജനങ്ങൾ അത് തീരുമാനിച്ചിട്ട് ഒരു ആൻസർ കൊടുക്കും. പക്ഷെ ഇത് പറഞ്ഞിട്ട് കേരളത്തിൽ ഈ ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള മൈനോറിറ്റി വിഭാഗങ്ങളിൽ ഇവരുണ്ടാക്കുന്ന ആശങ്ക അത് BJP രാഷ്ട്രീയപരമായിട്ട് അഡ്രസ്സ് ചെയ്യണ്ടേ? ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ഫുൾ കോഗ്നിസൻസ് ഉണ്ട്. വരുന്ന ഇലക്ഷൻ അത് ലോക്കൽ ബോഡിയാണോ അസംബ്ലി ആണോ കേരളയിൽ, ഇവർ എല്ലാ ഇഷ്യൂസും എടുത്ത് ഡ്രഡ്ജ് ചെയ്തിട്ട് വർഗീയവാദിയാണ്, ഹിന്ദുത്വമാണ്, എല്ലാ മൈനോറിറ്റീസിനെ പേടിപ്പിക്കാൻ അവർ നല്ലൊരു 100% ശ്രമം നടത്തും. ബട്ട് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ സത്യം ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ്, നരേന്ദ്രമോദി ചെയ്ത 11 കൊല്ലം എല്ലാവർക്കും ചെയ്ത പണി, എല്ലാവരും ബിഹാഫ് ചെയ്ത ഒരു ജനസമർപ്പണം, നല്ല ഗവർണൻസ്, നല്ല പോളിസി, അത് മുമ്പോട്ട് വെക്കണം. അത് ഞാൻ പറഞ്ഞ മാതിരി ഈ വികസന സന്ദേശം എല്ലാ വീട്ടിലും കയറി ഇറങ്ങി പറയണം. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് അത് മാത്രമേ ഉള്ളൂ. ഈ നുണേൻ്റെ രാഷ്ട്രീയം കാണുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാം, അതിനെ ഡിഫീറ്റ് ചെയ്യാൻ ട്രൂത്ത് മാത്രമേ ഉള്ളൂ.
നമ്മുടെ പെർഫോമൻസും നമ്മുടെ ട്രൂത്തും നമ്മുടെ ഗുഡ് ഇൻറ്റൻഷൻസും. സംഘടനാ സംവിധാനത്തിൽ ഇത് പ്ലാൻ ചെയ്യുമോ, വീട് ഡയറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്? അത് ഡയറക്റ്റ് ആണോ, ഡിജിറ്റൽ ആണോ, വീട്ടിൽ കയറിയിട്ടാണോ? അത് ഡൽഹി ഇലക്ഷനിൽ അതല്ല നടന്നത്. ഞങ്ങൾ എത്രയോ പ്രോഗ്രാം നടത്തി, ജനങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞു. ഇവർ പറയുന്നത് എല്ലാം പ്രോപഗാൻഡയാണ്. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. സത്യം അവർക്ക് മനസ്സിലാവണം. സത്യത്തിന് അവർ ബാക്കിങ് 100% തരും. കേരളത്തിലേക്ക് തിരിച്ചു വന്നല്ലോ. അപ്പം തിരുവനന്തപുരത്ത് മത്സരിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് സാർ ഇറങ്ങുന്നത്. ശരിയാണ്. അപ്പം തിരുവനന്തപുരംകാർക്ക് സുപരിചിതനാണ്, ഒരു സംശയവുമില്ല. പക്ഷേ കേരളം എന്ന് പറയുന്ന മറ്റ് 14 ജില്ലകളിലേക്ക് പ്രവർത്തകരിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലേണ്ടതുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് നേരത്തെയുള്ള പ്രസിഡന്റുമാർ അതിന് യാത്രകൾ സംഘടിപ്പിച്ചിരുന്നു, ഡയറക്റ്റ് കോണ്ടാക്ട്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നു? ഇല്ല, ഞാൻ അങ്ങനെ യാത്ര ചെയ്യുന്നു ഞാൻ പറയുന്നില്ല. ബട്ട് ഞാൻ ഇന്നു മുതൽ ഏപ്രിൽ എൻഡ് വരെ എല്ലാ പ്രവർത്തകരുടെ കൂടെ എല്ലാ ജില്ലയിലും പോയി കണ്ട് സംസാരിച്ച് എൻ്റെ ഒരു ഡ്രീമും എൻ്റെ ഒരു ദൗത്യവും നമ്മുടെ എല്ലാവരുടെയും ഒരു കലക്റ്റീവ് മിഷൻ എന്താണെന്ന് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ എന്താണ് പ്രശ്നങ്ങൾ അത് കേട്ട് അതിൻ്റെ പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കാനും അത് ഞാൻ ചെയ്യും. അത് 100% അതിലൊരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. ഇവർ BJP കേരള പ്രവർത്തകർ, ഞാൻ എത്രയോ സ്റ്റേറ്റിൻ്റെ പ്രവർത്തകർ കൂടെ പണി ചെയ്ത ആളാണ്. ഈ തിരുവനന്തപുരത്തിൻ്റെ മത്സരം കണ്ട് ഞാൻ മനസ്സിലാക്കിയത് BJP കേരള പ്രവർത്തകർ ഒരു നെക്സ്റ്റ് ലെവലാണ്. ഈ 35 ദിവസം എനിക്ക് കിട്ടിയ സമയത്ത് തിരുവനന്തപുരത്ത് എന്നെ ഒരാളും അറിയാത്ത ഒരു കാൻഡിഡേറ്റ് ഇറക്കിയ BJPന് 3.5 ലക്ഷം വോട്ട് 35 ദിവസം കിട്ടുന്ന, അത് എൻ്റെ ഒരു ചാർമും വിസ്ഡമിൻ്റെ കാരണമൊന്നുമല്ല. അത് നമ്മുടെ പ്രവർത്തകരുടെ ഒരു അധ്വാനവും അവരുടെ ഒരു ഡിറ്റർമിനേഷനും അവരുടെ ഒരു കഠിനാധ്വാനം പറയണം. അതുകൊണ്ട് അവരുടെ കൂടെ മീറ്റ് ചെയ്ത് സംസാരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ കൂടെ പണിയെടുക്കാനുമാണ് ഞാൻ ഇന്ന് മുതൽ ഒരു ഏപ്രിൽ എൻഡ് വരെ ഞങ്ങൾ 30 ഓർഗനൈസേഷൻ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. അത് 14 റവന്യൂ ഡിസ്ട്രിക്ട്സാണ്. അവിടെ എല്ലാം പോയി എല്ലാവരെയും മീറ്റ് ചെയ്ത് സംസാരിച്ച് ഒരു കോമൺ ടീം, വൺ ടീം വൺ മിഷനായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇപ്പം സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലാ പ്രസിഡന്റുമാരെല്ലാം തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. പിന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ട ആൾ. അപ്പം നിലവിലുള്ള ഈ സംഘടനാ സംവിധാനത്തിൽ അങ്ങ് തൃപ്തനാണോ? BJPയിൽ എവിടെയാണെങ്കിലും ഒറ്റ ടീമേ ഉള്ളൂ. അത് BJP ടീം BJP, ടീം നരേന്ദ്രമോദി. ഇതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക മിഷൻ, ദൗത്യം, ലക്ഷ്യം, എന്താണ് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഞാൻ പണ്ടൊരു വേറൊരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, സംസ്ഥാന പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നോമിനേറ്റ് ചെയ്തു, അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും മാറ്റണം, അതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഒരു ടീമാണ്. ഇവിടെ എല്ലാവരും വന്നത് ഒരു കോമൺ ഗോളും കോമൺ ദൗത്യം അതിന് പരിശ്രമിക്കാനും അധ്വാനിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ പണിയെടുക്കും. ഞാൻ കുറേ എല്ലാ ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റിനും ഞാൻ പണ്ട് തന്നെ അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഡൗട്ടും ഒരു വീക്ക്നെസ്സോ അങ്ങനെ ഒരു സംശയമൊന്നുമില്ല. അപ്പം ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത് നവംബറിൽ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസ് ആണ്. അപ്പം കഴിഞ്ഞ സമയത്ത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്ത് തുടങ്ങിയത് BJPക്ക് വരും എന്നുള്ള രീതിയിലേക്ക്. അപ്പം 35 കൗൺസിലർമാർ നിലവിലുണ്ട്. അപ്പം അത് ഏത് രീതിയിൽ ഇപ്പം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എടുത്താൽ നിങ്ങൾ 2 സ്ഥാനാർത്ഥികൾക്കും കൂടി അറൗണ്ട് ഒരു 6.5 ലക്ഷം വോട്ട് പിടിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു പോസിബിലിറ്റിയിൽ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ പ്രെഡിക്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ബട്ട് ഞാൻ ഒരു സാധനം പറയാം. തിരുവനന്തപുരത്ത് ജനങ്ങളാണോ, പാലക്കാടാണോ, തൃശ്ശൂരാണോ, കോർപ്പറേഷൻ, അർബൻ ഗവർണൻസ്, ഈ സിറ്റീസിൻ്റെയും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റീസിൻ്റെ എല്ലാം ഈ പ്രശ്നങ്ങൾ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണോ, ഇലക്ട്രിസിറ്റി ആണോ, ഡ്രെയിനേജ് ആണോ, കുടിവെള്ളമാണോ, അർബൻ പ്ലാനിംഗ് ആണോ, ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് ആണോ, പിന്നെ മറ്റേ ഫെസിലിറ്റീസ് ആണോ, ഹോസ്പിറ്റൽസും, അതെല്ലാം പ്ലാൻ ചെയ്യാൻ ഞങ്ങളുടെ അടുത്തൊരു വിഷനുണ്ട്.
അത് ഡെലിവർ ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഇരുന്ന് ഫണ്ടിങ്ങും സ്കീംസും എല്ലാം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, കഴിവുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത് മുമ്പോട്ട് വയ്ക്കും. അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ ജയിക്കാൻ പോകുന്നുണ്ട്, ഇത് ചെയ്യാൻ പോകുന്നുണ്ട്, അത് ചെയ്യാൻ പോകുന്നുണ്ട്, ഞാൻ അങ്ങനെ പറയാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഒരു ദൗത്യം അതാണ്, ഒരു മാറ്റം കൊണ്ടുവരണം. തിരുവനന്തപുരം നമ്മുടെ ഒരു തലസ്ഥാനമാണ്, ഒരു ഗ്ലോബൽ സിറ്റി ആക്കണം. ഗ്ലോബൽ സിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ സിംഗപ്പൂറോ ബാർസലോന എന്നൊന്നും പറയുന്നില്ല. നമ്മുടെ അനന്തപുരി ഒരു നല്ലൊരു അതല്ല അവരുടെ സ്വപ്നമായിക്കോട്ടെ, അത് റോമും ഇറ്റലിയും ബാർസലോന അവരുടെ നാട്. എൻ്റെ നാട് അനന്തപുരിയാണ്. അനന്തപുരി ഒരു നല്ലൊരു ഒരു തലസ്ഥാനം, കേരള നാടിൻ്റെ തലസ്ഥാനമാവണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. തൃശ്ശൂരും ആവണം, അങ്ങനെ പാലക്കാടും എത്രയോ മുനിസിപ്പാലിറ്റീസ് അങ്ങനെ നല്ല ഗ്രോയിങ് സസ്റ്റൈനബിളി ഗ്രോയിങ് സിറ്റീസ് ആവണം. പഞ്ചായത്തിൽ മോഡേൺ ഫെസിലിറ്റീസ് വരണം, ഗ്രാമപഞ്ചായത്തിലും ഡിസ്ട്രിക്ട് പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും. അതുകൊണ്ട് ഞങ്ങൾ ഡെവലപ്മെൻറ്റ് വിഷനും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും. എന്നിട്ട് അവർ തീരുമാനിക്കും അത് ഞങ്ങളാണോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ജില്ലാ പഞ്ചായത്തോ. ഓക്കെ, അപ്പോൾ ഡെവലപ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടാണ് ആളുകളുടെ അടുത്തേക്ക് സ്വാഭാവികമായിട്ടും വോട്ട് ചോദിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം കേരളം വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് എയിംസ്, അതേപോലെ ഒരു കോച്ച് ഫാക്ടറി, ചേർത്തലയിൽ കോച്ച് ഫാക്ടറിയുടെ കാര്യം പറഞ്ഞു. പക്ഷെ ഇതൊന്നും നടപ്പിലായിട്ടില്ല. അല്ല, കേരളയിൽ എത്രയോ സാധനം നടക്കുന്നില്ല. ഇപ്പോൾ കടലാക്രമണം നമ്മുടെ തീരദേശത്ത് ജനങ്ങൾ സഫർ ചെയ്യുന്നത് കാണുന്നില്ലേ? അതേ സമയത്ത് തമിഴ്നാടിൻ്റെ തീരദേശത്തിൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാശും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാശും ഉണ്ട്. അവിടെ കടലാക്രമണത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സീ വാൾസ് എല്ലാം വരുന്നുണ്ട്. ഒരു 10 കിലോമീറ്റർ ദൂരെ കന്യാകുമാരി മുതൽ പിന്നെ നോർത്ത് കേരള നമ്മളെ കോസ്റ്റ് എന്താ എപ്പോഴും ഇങ്ങനെ ഈ റോഡ് ആയിട്ട് കടലാക്രമണത്തിൻ്റെ ഒരു വിക്റ്റിമാവുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ എത്രയോ പണിയുണ്ട്. നമ്മുടെ നാട് കേരളയിൽ എത്രയോ സാധ്യതയുണ്ട്. ഇതൊരു സ്റ്റേറ്റ് ഫുൾ ഓഫ് പൊട്ടൻഷ്യലാണ്. ഇംഗ്ലീഷിൽ പറയും വൈ ഈസ് ഇറ്റ് നോട്ട് ഹാപ്പനിങ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റ ആൻസറുള്ളൂ. ഈ 72 കൊല്ലത്ത് ഇവിടുത്തെ രാഷ്ട്രീയമാണ് നമ്മളെ നശിപ്പിച്ചിരിക്കുന്നത്. അതൊന്ന് മാറ്റാൻ ഇവർ രണ്ടാളല്ലല്ലോ മാറ്റാൻ പോകുന്നത്. അവർ ഇതന്നെ ഒരു ജുഗൽബന്ദി ചെയ്തിട്ടല്ല 72 കൊല്ലം ഒരു കളി കളിച്ചിരിക്കുന്നത്. മാറ്റാൻ ഈ ഒരു പുതിയ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, തൊഴിൽ കൊണ്ടുവരാൻ NDA BJP ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് 2014 to 2025. അത് കേരളയിലും ചെയ്യാൻ നമുക്ക് ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ചെയ്യും. അല്ലെ, ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ KV തോമസ് ഈ കേരളത്തിന്റെ ലേസൺ ഓഫീസർ എന്ന് പറഞ്ഞ് കേരള ഹൗസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് എല്ലാ മന്ത്രാലയങ്ങളിലും കയറി ഇറങ്ങി വികസന പദ്ധതികൾ അത് വേണം എന്നൊക്കെ ഇങ്ങനെ. അതിനാണ് ഇതിലൊരു ഫണ്ടമെന്റൽ ഫ്ലോ എന്താ വെച്ചാൽ, ഇത് കടലാക്രമണത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണോ, റെയിൽവേ ആണോ, പവറാണോ, എന്തെങ്കിലും ആണെങ്കിൽ, കുടിവെള്ളമാണോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മാച്ചിങ് കാശ് കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് അടുത്ത് കാശില്ല. അപ്പോൾ അവരുടെ റിസോഴ്സസ് ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സ്കീം എങ്ങനെ ഇംപ്ലിമെൻ്റ് ആവും? മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇഷ്യൂ കയറി ഇറങ്ങുന്നതല്ല. അത് ഞാനും കയറി ഇറങ്ങാൻ തയ്യാറാണ്. കയറി ഇറങ്ങിയിട്ട് ഞാൻ എന്ത് പറയും? ഈ സംസ്ഥാനത്തിൽ മാത്രം സെൻട്രൽ ഗവൺമെൻറ് 100% ഫണ്ടിങ് ചെയ്യണമെന്നോ? പിന്നെ എന്തിനാ സംസ്ഥാന സർക്കാർ? അതുകൊണ്ട് ഇഷ്യൂ ഇവിടുത്തെ സാധ്യത, ഇവിടുത്തെ നീഡ്സ് അല്ല. എത്രയോ സാധ്യതയുണ്ട്, എത്രയോ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. അത് എയിംസ് മാത്രമല്ല, എയിംസ് ഉണ്ട്, പിന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. അത് എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്? ഇവിടുത്തെ ഇക്കോണമി 8 കൊല്ലമായിട്ട് 1 ലക്ഷം കോടിൻ്റെ ലോസിലാണ് ഇരിക്കുന്നത്. അവർ തന്നെയാണ് സുപ്രീം കോടതിയിൽ അഡ്മിറ്റ് ചെയ്തത്. അത് നമ്മൾ മാറ്റിയില്ലെങ്കിൽ, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് ഗവൺമെൻറ്റും സർക്കാരിൻ്റെ റവന്യൂ മുമ്പോട്ട് കുറച്ച് എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കാശുണ്ടാവില്ല. ഇന്ന് കേരളേൻ്റെ SGDP to debt ratio ഈസ് 39.1%, ഓൾമോസ്റ്റ് 40%. അത് 2023 നമ്പറാണ്. ഇത് ഏറ്റവും വർസ്റ്റ് സിറ്റുവേഷനാണ് സൗത്ത് ഇന്ത്യയിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോൺസിക്വൻസ് ആണ്. കാശില്ല, കാശ് പോണതെല്ലാം കടം വാങ്ങിച്ച് പലിശയ്ക്ക് കൊടുക്കാൻ.
അപ്പോൾ ഡെവലപ്മെൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റിന് എവിടെ കാശ്? ആ ഒരു സ്ഥിതിനെ മാറ്റാനാണ് ശരിക്ക് ഒരു നമ്പർ 1 പ്രയോറിറ്റി. ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ചെയ്യുന്നത്, കടം വാങ്ങുന്നത് ആരുടെ അടുത്ത് നിന്നാണ് കടം വാങ്ങുന്നത്? നമ്മളെ ഭാവി ഫ്യൂച്ചർ തലമുറയിൽ നിന്നല്ല കടം വാങ്ങുന്നത്. അതല്ല ശരി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മാറ്റം വന്നേ പറ്റൂ. കേരളത്തിൻ്റെ ആ ട്രജക്ടറി, ഇങ്ങനെ പോകുന്ന ട്രജക്ടറി നമുക്ക് ഇങ്ങനെ ആക്കണം. ഇന്ന് ഒരു ഫെയർ ക്വസ്റ്റ്യൻ ജനങ്ങളോട് ചോദിച്ചാൽ ഈ 3 പാർട്ടിയിൽ ആർക്കാണ് ഇത് ചെയ്യാൻ ഉള്ള കഴിവ് എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവരും പറയും. ഇത് നരേന്ദ്രമോദിജി, NDA, BJPക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. താങ്കളൊരു ടെക്നോക്രാറ്റാണ്, വ്യവസായ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പം സെമി കണ്ടക്ടർ പോലുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായം കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും പ്രത്യേക രീതിയിൽ? നോക്ക്, ഞാൻ മിനിസ്റ്റർ ആകുമ്പോൾ ഇവിടെ 2 ടെക്നോളജി കമ്പനീസിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഗ്രാൻറ്റ് കൊടുത്തിട്ടുണ്ട് സെമി കണ്ടക്ടർ ഡിസൈൻ ചെയ്യാൻ. കൊച്ചിയിൽ കമ്പനി പേര് ഞാൻ മറന്നുപോയി, ബട്ട് ഒരു നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ അങ്ങനെ എത്രയോ ചെയ്യാനുണ്ട്. തിരുവനന്തപുരത്ത് എത്ര ബയോടെക്നോളജീസിൽ എത്രയോ സാധ്യതയുണ്ട്. കേരള എന്ന് പറഞ്ഞാൽ സാധ്യത ഫുൾ ഓഫ് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റേറ്റാണ്. നമ്മളെ യൂത്തിൽ എത്രയോ സാധ്യതയുണ്ട്, അവർക്ക് പൊട്ടൻഷ്യൽ. ബട്ട് അവരെ നമുക്ക് കൊണ്ടുപോകാൻ ഒരു വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസമുള്ളൊരു തലമുറയിലേക്ക് അങ്ങോട്ട് പോകണം. തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളൊരു കേരളം ഉണ്ടാക്കണം. ഈ നോക്കുകൂലിയുള്ള കേരളമല്ല നമുക്ക് വേണ്ടത്. ആ ഒരു മാറ്റം വന്നില്ലെങ്കിൽ നമ്മുടെ യൂത്തും, നമ്മുടെ ഏറ്റവും വലിയ ആസറ്റ് യൂത്ത്, ടാലൻറ്റ്, അവരെല്ലാം നാട് വിട്ടിട്ട് കർണാടകയിൽ പോകും, അല്ലെങ്കിൽ തെലങ്കാനയിൽ പോകും, അല്ലെങ്കിൽ പുറത്ത് ഇന്ത്യ വിട്ടു പോകും. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ മാറ്റം നമുക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, വരാനിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ. നമസ്കാരം. നന്ദി.